നിനക്ക് ആ ഇൻസ്പെക്ടർക്കും തമ്മിൽ എന്താടി ബന്ധം? പറയാ, നീ എന്തിനാ എന്നെ കാണാൻ പോയി? ഓ, നിന്റെ കൊച്ചുമലയാളിയല്ലേ? പഴയ ബന്ധം പുതുക്കാൻ പോയതായിരിക്കും. നിന്നെ ഞാൻ കെട്ടുമ്പോഴേ ഉണ്ട് നിനക്ക് അവനുമായിട്ടുള്ള ബന്ധമല്ലേടി? കർത്താവിന് നിരക്കാത്ത പറയരുത്. രാജൻ സാർ നല്ല മനുഷ്യനാ. അവളുടെ ഒരു നല്ല മനുഷ്യൻ. ഈ കുഞ്ഞാടി പറയാൻ മര്യാദയ്ക്ക് പറയുന്നതല്ലോ. എന്റെ കാണോ അവന്റെ കാണോ? എന്റെ കർത്താവ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കർത്താവിനെ ചെലുത്താനെന്ന് വിളിക്കണ്ട. ഈ കുഞ്ഞ് അവന്റെ തന്നെ. നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു. നിന്നെ കൊല്ലും ഞാൻ, അവനെയും കൊല്ലും. ഇത് നിനക്കൊരു ജോലിക്കുള്ള ലെറ്ററാണ്. ഈ കത്തുമായി ഏലപ്പാറ എസ്റ്റേറ്റിലെ ചെറിയാറ്റിനെന്ന് കാണണം. വിവരങ്ങളൊക്കെ ഞാൻ ഫോണിൽ പറഞ്ഞിട്ടുണ്ട്. സാർ, എന്നാ നിനക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ലേ? ഉണ്ട് സാർ. ഒരു ജോലി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. ആ, ഇപ്പൊ ജോലിയായല്ലോ. ഇനിയെങ്കിലും മര്യാദക്ക് ജീവിക്കാൻ നോക്ക്. ശരി സാർ. തമ്പി, ഞാൻ കാരണം നിന്റെ സഹോദരിക്ക് ഒരു ചീത്തപ്പേരുണ്ടാകാൻ പാടില്ല എന്നെനിക്ക് നിർബന്ധമുണ്ട്. സാർ, അതൊക്കെ എന്റെ തെറ്റിദ്ധാരണകളായിരുന്നു. എന്നോട് ക്ഷമിക്കണം. ആ, ഒരു പ്രധാന കാര്യം കൂടെ എനിക്ക് തമ്പിയോട് പറയാനുണ്ട്. എന്താണ് സാർ? എനിക്ക് വളച്ചുകെട്ടി പറയാൻ അറിയില്ല. ഗീതയോട് എനിക്ക് പ്രേമമാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഗീത എനിക്കിഷ്ടമാണ്. ഗീതയെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗീതയ്ക്ക് മാത്രമല്ല, നിനക്കും രാധയ്ക്കും പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം. സാറേ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. വിശ്വസിക്കാൻ കഴിയാത്തൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് എന്റെ വീട്ടിലറിയിക്കണം. ഗീതേ, ഗീതേ. എന്താ ചേട്ടാ? എനിക്കൊരു ജോലി കിട്ടി. ഏലപ്പാറ എസ്റ്റേറ്റ്. ഡാൻസ് സാർ ശരിയാക്കി തന്നതാണ്. അവിടെ കൊടുക്കാനുള്ള. ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേട്ടു അല്ലേ ചേച്ചി? എന്തിനാ? ജോലി കിട്ടാനാ? ജോലി കിട്ടാനും മനസ്സ് മാറാനും. ചേട്ടൻ ഇവിടുന്ന് പോയാ പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കാവില്ലേ? ആ, രാത്രി കൂട്ടിടക്കാൻ അപ്പുറത്തെ കല്യാണി അമ്മയെ വിളിച്ചു ചേർത്തേ പോരെ. ചേട്ടന് ഇപ്പൊ ചായട്ടുണ്ട് വരാം. ഇവിടെ ചായട്ട ഇങ്ങനെ ഇരിക്കുവാവോ? ഗീതേ, നിന്റെ വിവാഹം നിശ്ചയിച്ചു. ഉടനെ തന്നെ നടത്തണം. ചേട്ടാ, എന്താ നിനക്കിപ്പോ വിവാഹം വേണ്ടേ? അതല്ല, ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ചെറുക്കനെയും കണ്ടു. ഞാനറിയാതെ. നീ അറിയും. സബ് ഇൻസ്പെക്ടർ രാജൻ. എന്താ ഇന്ന് ലീവാണോ? ചേട്ടനെന്തോ ഒരു വല്ലായ്മ? പിന്നെ എന്താണോ ഇങ്ങോട്ടൊക്കെ? ചേട്ടനെ കാണാൻ വന്നായിരിക്കും. ആരന്? ചേട്ടാ, ഞാനാ ചാക്കുണ്ണിന്. ഏതുണ്ണി? ഏത് ചാക്ക്? അരിച്ചാക്ക? അതെ, പഞ്ചാര ചാക്ക. ചേട്ടാ പോയതാണെന്ന്. പോയതാണ്. ആശാനെ, കംപ്ലൈന്റ് വല്ലോണ്ടെങ്കിൽ എഴുതി മേടിച്ചിട്ടേ ഈ ഉടുമ്പിനാ വിട്ടേ. ചേട്ടാ, എടാ ശവി, ഇത് ചത്ത വീടല്ല കരയാൻ. ഇത് സ്ഥലം വേറെന്. നീ ആരാ? നിനക്ക് എന്താ വേണ്ടേന്നോ? ചേട്ടനെന്നെ അറിയില്ലേ? ഞാനങ്ങനെ പലരെ അറിയും. അതിനിപ്പോ എന്താ വേണ്ടേന്നോ? ചേട്ടാ, എന്നെ രക്ഷിക്കണം. എന്റെ ജോലി പോയി.
ആ ശോശാമേവനി വഴി എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. ഇപ്പൊ ഞാൻ ജോബടിയായി ചേട്ടാ. അതിന് തൊഴിൽ പ്രശ്നം പരിഹരിക്കാനേ ഇത് ലേബർ ഓഫീസൊന്നല്ല. എടാ മൂര്യ, ഇത് പോലീസ് സ്റ്റേഷന്. എന്തൊട്ടാ മനസ്സിലായെന്ന്? എനിക്ക് ജോലിയില്ലെങ്കിൽ ഞാൻ നത്തിങ് ഡൂയിങ് ആയി പോകും ചേട്ടാ. ഇത് പോലീസ് വിചാരിച്ചാലേ നടക്കൂ. നോ നോ നോ, എനിക്ക് വേറെ ജോലി ഉണ്ട്. നീ പോവാൻ നോക്കിയേ. എന്നെ കൈവിടരുത് ചേട്ടാ. നിനക്ക് എന്തൊരു വാശിയായിരുന്നു. നീ ചത്താലും എന്റെ അടുത്തേക്ക് വരില്ല എന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ നിന്റെ വാശിക്ക് എവിടേക്കാ പോയേ? നീ പോയാ അവിടുന്ന്? പോയാ പിശാച അവിടുന്ന്? ഇതേ മോന്തക്കുരിക്കിട്ട പൂച്ച എന്നാലുണ്ടല്ലോ. പട്ടി മോങ്ങണമാര് മോങ്ങിട്ട് എന്താ കാര്യം? പിശാശ്. പോട്ടെ ആശാനെ, എന്തായാലും സ്വന്തം രക്തമല്ലേ. അനിയനൊരു ആപത്ത് വരുമ്പം ചേട്ടനല്ലേ സഹായിക്കേണ്ടത്. അതിന് ഞാനവന് ചേട്ടനാണെന്ന് അവനിപ്പോഴല്ലേ തോന്നിയുള്ളൂ. അതൊക്കെ വിടന്നേ. രണ്ടാളും വഴക്ക് കളഞ്ഞിട്ട് കോംപ്രമൈസായി ഷെയ്ക്കാൻഡ് കൊടുക്കേ. കൊറേ ചാക്കുണ്ടി കൈ. ആശാനെ, ആശാൻ കൈ കൊടുക്ക. കൊടുക്കട കൈ. ഏതായാലും ഇരട്ട പറ്റ ഒരു അനിയൻ ഉണ്ടായത് നന്നായി. ആശാൻ ശേഷം ഇല്ലാത്തപ്പം അനിയനെ പിടിച്ചിരുത്താമല്ലോ. ആശാന്റെ വീട്ടിലെ ജോലിയും നോക്കാം. പക്ഷെ ഒരു കാര്യം, ഭാര്യയ്ക്ക് ആള് മാറിപ്പോവാൻ നോക്കണം. ഹലോ, തൊമ്മൻ ഇവിടെ ഇല്ലേ? കണ്ടില്ല സാർ. എന്താ ഇവിടെ സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്നലെ രാത്രി ഇവിടെ അടിയും ബഹളവും കരച്ചിലൊക്കെ കേട്ടു. ഞാനും ഭാര്യ ഓടി വന്നപ്പോ തൊമ്മച്ചൻ മേരിക്കുട്ടിയെ തല്ലുന്നത് കണ്ടു. തടുക്കാൻ ചെന്നപ്പോ അവൻ ഞങ്ങളെയും തല്ലാൻ വന്നു. ഏതാ നിങ്ങളുടെ വീട്? ഇതാ കാണുന്ന സാർ. മേരിക്കുട്ടിയുടെ മരണം കൊലപാതകമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മർദ്ദനത്തില് മേരിക്കുട്ടി മരിച്ചിട്ടുണ്ടാവും. ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് തൊമ്മൻ അവളെ കെട്ടി തൂക്കിണ്ടാവും. ഇതാണ് സംഭവം. നിങ്ങൾ അവനെ എല്ലായിടത്തും അന്വേഷിച്ചോ? പൂവ സാറേ, അവനവിടുന്ന് മുങ്ങിണ്ടാവും. അവൻ ആരാമോ എന്നറിയോ? ഹലോ, പോലീസ് സ്റ്റേഷൻ. എസ് ഐ ഹിയർ. ഇവിടെ
പേടിച്ചു പോയോ? പേടിക്കാതെ എന്ത് ചെയ്യും? എനിക്കിപ്പോ ബൈക്ക് സ്കൂട്ടറും ഒക്കെ കണ്ട പേടിയാ. വെറുതെ പോയാലും കൊണ്ടൊന്നും ഇടിക്കുമല്ലോ. ഏതായാലും ആക്സിഡന്റ് ഉണ്ടായത് എന്റെ ഭാഗ്യമായി. ആ, തമ്പിയുടെ ഒരു കത്തെനിക്ക് വന്നിരുന്നു. അവൻ ക്രിസ്മസിന് വരും അത്രേ. വീട്ടിലും കത്തുണ്ടായിരുന്നു. ഞാൻ നാളെ നാട്ടിലേക്ക് പോവാണ്. എന്തിനാണെന്ന് ഗീത ചോദിച്ചില്ല. നമ്മുടെ വിവാഹകാര്യം പറയാൻ. ഇനി അധികം നീട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് ക്ഷമയില്ല. ആ, ഞാൻ വീട് മാറി വിവരം അറിഞ്ഞില്ലല്ലോ. ഞാൻ ഇന്നലെ ആ റെയിൽവേ സ്റ്റേഷൻ പുറകെ കാണുന്ന വീട്ടിലേക്ക് മാറി. ചേട്ടാ, ചേട്ടൻ ഇവിടുന്ന് പോയതിലും ആള് മാറിപ്പോയി. പാന്റും ഷർട്ടും കളിക്കിട്ടുണ്ട്. പൊടി. ആ, ഇത് നിനക്കൊരു പാവാടയ്ക്കും ബ്ലൗസിനുള്ള തുണി. ഇത് നിനക്കൊരു സാരി. ആ, പിന്നെ എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ? അയ്യോ ചേട്ടാ, ആ മേരി ചേച്ചി മരിച്ചുപോയി. ആ ദുഷ്ടൻ തല്ലി കൊന്നതാ. ചേട്ടൻ ഇവിടെ നിന്നൊക്കെ പോയത് നന്നായി. തൊമ്മനിപ്പോ എവിടെയുണ്ട്? ജയിലില്ല. ആ, എനിക്ക് രാൻസാറിനെ ഒന്ന് കാണണം. അയ്യോ, രാജൻ സാർ വീട് മാറി. ആ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താ താമസം. ഇപ്പൊ നാട്ടിൽ പോയിരിക്കാ. ആണോ? അപ്പോ എല്ലാ വിവരങ്ങളും വിശദമായി അറിഞ്ഞു വെച്ചിരിക്കുകയാണല്ലേ? രാജൻ സാർ ചേച്ചിയെ കെട്ടാൻ പോണെന്ന് അറിഞ്ഞപ്പോ മുതൽ ചേച്ചി വലിയ പത്രാസിലാ. പോലീസ് സ്റ്റേഷനിൽ എന്നെ വരട്ടുന്നേ. എന്താ ചേച്ചി? ചേട്ടൻ പോയി കുളിച്ച് റെഡിയാകും. ശരി. ഒരു ഗുഡ് ന്യൂസ്. നേഴ്സമ്മ അറിഞ്ഞോ? രാൻസാർ വന്നിട്ടുണ്ട്. രാൻസാർ മാത്രമല്ല, അച്ഛനും അമ്മയും എല്ലാരും വന്നിട്ടുണ്ട്. എന്നെ മറക്കല്ലേ. ഇതിവിടെ കഴിയുമ്പോ വറിയിച്ചൊരു അധികപ്പറ്റി ആകുമോ? നേഴ്സമ്മ ഇപ്പോ എങ്ങോട്ട് പോകുന്നു? ഇന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഓ, അപ്പൊ ഞാൻ വരട്ടെ. ഹലോ, ഞാനാണ് രാജൻ. ഞാനിപ്പോ ഓർത്തതേ ഉള്ളൂ. റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ. വെറുതെ ഇരുന്നപ്പോ ഓരോന്നോർത്തുപോയി. തമ്പി വന്ന് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഗീതയ്ക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണെന്ന്. ഇന്ന് എന്ത് പറ്റി? ഇന്ന് ക്രിസ്മസ് അല്ലേ? ക്രിസ്ത്യൻസ് ആരെങ്കിലും ഇന്ന് ഡ്യൂട്ടിക്ക് വരുമോ? ഓ, അത് ശരി. ആ, ഞാൻ വിളിച്ചത് ഗീതയെ കാണാൻ എന്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. രാവിലെ ഞങ്ങൾ വീട്ടിലേക്ക് വരും പെണ്ണ് കാണാൻ. എന്താ ഒന്നും മിണ്ടാത്തത്? ചിരിക്കാണോ അതോ കരയുന്നോ? എനിക്കറിയില്ല. അത് കൊള്ളാം. ആ, പിന്നെ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി നിന്നോണം. അമ്മായിയച്ഛനും അമ്മായിയമ്മയും കണ്ട കറങ്ങി വീഴണം.
അപ്പൊ ചിരിക്കാൻ അറിയാലേ? ആ, ഞാൻ ജോലി സമയത്ത് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. വെച്ചേട്ടെ. ആ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ പേടിച്ചു പോയോ? സാരമില്ല, ഇന്നത്തെ രാത്രിക്ക് ഒരു പ്രത്യേകത. ലോകത്തിലെല്ലാവരും സന്തോഷിക്കുന്ന ക്രിസ്തുമസ് രാത്രിയാണ്. ആ സന്തോഷത്തിൽ നമ്മൾ മാത്രം പങ്കേരാതിരുന്നാലോ? ഞാൻ പറയുന്ന കുഴപ്പമൊന്നുമില്ല. ഞാൻ ഏറ്റു, എല്ലാം ഞാൻ ഏറ്റു. പിഞ്ചുടലുകളെ, ഇളമുയിരുകളെ കൊല ചെയ്യുകയായി ഹേറോദോ നിണമോ കടലാ അവിടെ വിനോദിനെ കൊന്നു. എന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി എനിക്ക് അയാളെ കൊല്ലേണ്ടി വന്നു. മോനെ, ആരാ ഇത്? ഏതാ മോനെ പെൺകുട്ടി? ഇതാണ് ഞാൻ പറഞ്ഞ ഗീത. ഇതേ നിന്റെ മനസ്സെനിക്കറിയാം. നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എനിക്ക് കഴിയും. നീ കരയരുത്. എന്റെ മനസ്സിൽ എന്നും നീ മാത്രമേ ഉണ്ടാവൂ.